Hi students, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ടോപ്പിക്കിൽ ന്യൂ റേഷ്യോ എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. അഡ്മിഷൻ എന്ന് പറയുന്ന ഭാഗമാണ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞതാണ്. ഇനി അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് സാക്രിഫൈസിങ് റേഷ്യോനെ പറ്റിയിട്ടാണ്. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നൊന്ന് നോക്കാം. Ratio in which the old partners have agreed to sacrifice their share of profits in favor of the new partner is called sacrificing ratio. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് പുതിയ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആ സാക്രിഫൈസ് ചെയ്യുന്ന റേഷ്യോനെ പറയുന്ന പേരാണെന്ത്? സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത്. അതായത് A-B എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. 60,000 rupees ആയിരുന്നു അവരുടെ പ്രോഫിറ്റ് എന്ന് കരുതുക. അവരത് ഷെയർ ചെയ്തിരുന്നത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വെച്ച് കിട്ടും? 30,000 എക്കും കിട്ടും, 30,000 ബിക്കും കിട്ടും. അങ്ങനെ പോകുന്ന സമയത്താണ് സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അവർ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. സിയെ അവർ അഡ്മിഷൻ നടത്തുന്നത്. ഇനി അങ്ങോട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? അവര് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഈവൻ 60,000 ആണ് അവരുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇനി എക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഷെയർ എത്രയാണ്? 20,000 ആണ്. ബിക്ക് കിട്ടുന്നതും 20,000 ആണ്, സിക്ക് കിട്ടുന്നതും 20,000 ആണ്. ഈക്വലി ആണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യം എക്ക് കിട്ടിയിരുന്നത് 30,000 ആയിരുന്നു, ഇപ്പൊ കിട്ടാൻ പോകുന്നത് 20,000 ആണ്. 10,000 രൂപ എ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ബിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. എയും ബിയും അവരവരുടെ ഷെയറിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യുന്ന 10,000 രൂപകൾ ചേർത്താണ് ആർക്കുള്ള ഷെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? സിക്കുള്ള ഷെയർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് അവരുടെ പ്രോഫിറ്റിൽ നിന്നും സാക്രിഫൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ത്യജിക്കാൻ തയ്യാറാകുന്നുണ്ട്. ആ റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. While admitting a new partner, he is required to compensate the old partners for his right to share in the future profits of the firm, for which he brings in an additional amount known as premium or share of goodwill. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പഴയ പാർട്ട്നേഴ്സിന് ഒരു നഷ്ടം വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മളിപ്പോൾ ആ എക്സാമ്പിളിൽ കണ്ടതാണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ പുതിയ പാർട്ട്ണർക്ക് അയാളുടെ ഫ്യൂച്ചർ പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടണമെങ്കിൽ അയാൾ ക്യാപിറ്റൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ പോരാ, അതിനെ വിട്ടൊരു എമൗണ്ട് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രീമിയം അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഈ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പഴയ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു? അവര് കുറച്ച് എമൗണ്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പുതിയ പാർട്ട്ണർക്ക് അവർ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂച്ചറിൽ ഈ പ്രോഫിറ്റിന്റെ പോർഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് പുതിയ പാർട്ട്ണർക്ക് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ പോരാ, പകരം എന്തുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം? മറ്റൊരു എമൗണ്ട് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അഡീഷണൽ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്നുള്ളത്. അത് ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ക്യാഷ് ആയിട്ടാണ് അത് കൊണ്ടുവരുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ക്യാഷ് ഇറ്റ് ക്യാൻ ബി ഷെയർഡ് ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. സപ്പോസ് അത് ക്യാഷ് ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് എങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഓൾഡ് പാർട്ട്നേഴ്സിന് ആ കൊണ്ടുവരുന്ന എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവരെന്ത് ചെയ്യുന്നു? അവര് ഭാവിയിൽ അവരുടെ പ്രോഫിറ്റിന് ഷെയർ വിട്ടുകൊടുക്കുന്നതിന് ഒരു കോമ്പൻസേഷൻ ആയിട്ട് ഈ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ഗുഡ്വില് ഇന്ന് അവരെന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്തെടുക്കുന്നു. ഈ ഷെയർ ചെയ്തെടുക്കുന്നത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ അവൈലബിൾ ആണ്. എന്താണത്? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പഴയ റേഷ്യോയിൽ നിന്ന്, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോയിൽ നിന്ന്
പുതിയ റേഷ്യോ ന്യൂ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ള പേര് വിളിക്കുന്നത്. മനസ്സിലായോ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത്? അപ്പോൾ നമുക്ക് അതിന്റെ ഇല്ലുസ്ട്രേഷൻസ് ഒന്ന് കാണാം. 2-3 സിറ്റുവേഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. രോഹിത് ആൻഡ് മോഹിത് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 5:3. രോഹിത്തും മോഹിത്തുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അവര് ഷെയർ ചെയ്യുന്ന റേഷ്യോ 5:3 ആണ്. They admit Bijoy as a new partner for 1/7 share in the profit. ബിജോയ് എന്ന് പറയുന്ന ആളെ അവർ അഡ്മിറ്റ് ചെയ്തു. എത്ര ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 1/7 ഷെയർ പ്രോഫിറ്റിന്റെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 7ൽ ഒരു ഭാഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബിജോയിനെ അവർ അഡ്മിറ്റ് ചെയ്തു. ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 4:2:1. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 4:2:1 ആണ്. കാൽക്കുലേറ്റ് ദി സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് രോഹിത് ആൻഡ് മോഹിത്. രോഹിതിന്റെയും മോഹിത്തിന്റെയും ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം രോഹിത്തിന്റെയും മോഹിത്തിന്റെയും ഓൾഡ് റേഷ്യോ നോക്കാം. അത് എത്രയായിരുന്നു? 5:3 ആണ്. ഇനി അവരുടെ ന്യൂ റേഷ്യോ എത്രയാണ് വരുന്നത്? 4:2:1. നമുക്കറിയാം എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കിവിടെ ഓൾഡ് റേഷ്യോയും അവൈലബിൾ ആണ്, ന്യൂ റേഷ്യോയും അവൈലബിൾ ആണ് അല്ലെ. ഇനി ഓരോരുത്തരുടെയും ഓൾഡ് റേഷ്യോയിൽ നിന്ന് അവരവരുടെ ന്യൂ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടും. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം നമുക്ക് രോഹിതിന്റെ കാണാം. രോഹിതിന്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 5/8 ആണ്. 5:3 അല്ലേ? 5/8 ആണ്. ഇനി അയാളുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 4/7. 4:2:1 ആണ് അല്ലെ ഈ ന്യൂ റേഷ്യോ. അപ്പൊ 4/7 ആണ് അയാളുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? രോഹിത് എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 5/8ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 4/7 കുറച്ചാൽ മതി. അപ്പൊ നമുക്കൊന്ന് കുറച്ച് നോക്കാം. 5/8 മൈനസ് 4/7. നോക്കി നോക്കൂ, ഇത് മൈനസ് ചെയ്യാൻ എളുപ്പമാണോ? അല്ല. കാരണം ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത് എത്രയാണ്? 8 ആണ്. ഇവിടെ വരുന്നത് എത്രയാണ്? 7 ആണ്. ഇത് രണ്ടും ഒരുപോലെ ഇരുന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ ഏറ്റവും അടുത്ത ഈ രണ്ട് എമൗണ്ടുകൾ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഒരു സംഖ്യ നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ എളുപ്പം എങ്ങനെയാണ്? 8നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഈ 7നെ ഈ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് 5/8നെ എന്ത് ചെയ്യാം? ഇൻറ്റു 7/7. നമുക്കറിയാം നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ എമൗണ്ട് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്തുണ്ടാവില്ല? ഈ എമൗണ്ടിന്റെ വാല്യൂവിൽ മാറ്റം വരില്ല. ഈ 5/8 ഇൻറ്റു 7/7 എത്രയാണ് വരുന്നത് നോക്കി നോക്കൂ. 35/56. ഇനി നമുക്ക് 4/7നെയും എന്ത് ചെയ്യണം? 8/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് എത്രയാണ് വരുന്നത്? 32/56. ഇപ്പൊ രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി അല്ലേ? 56 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 35ൽ നിന്ന് 32 മൈനസ് ചെയ്താൽ മതി. എത്രയാണ് വരിക നോക്കി നോക്കൂ. 3/56. രോഹിത്തിന്റെ സാക്രിഫൈസിങ് എമൗണ്ട് അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3/56 ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ ആരുടെ കണ്ടുപിടിക്കണം? മോഹിതിന്റെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. മോഹിതിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/8. ന്യൂ ഷെയർ എത്രയാണ്? 2/7. ഇനി എന്ത് കണ്ടുപിടിക്കണം? സാക്രിഫൈസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 3/8ൽ നിന്ന് 2/7 മൈനസ് ചെയ്യാം അല്ലെ? 3/8 മൈനസ് 2/7. നമുക്കറിയാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 7/7, ഇവിടെ ഇൻറ്റു 8/8. എത്രയാണ് കിട്ടുന്നത് നോക്കി നോക്കൂ. 21/56 മൈനസ് 16/56. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ 21ൽ നിന്ന് എത്ര കുറയ്ക്കുക? 16 കുറയ്ക്കുക. എത്രയാണ് കിട്ടുന്നത്? 5/56. അപ്പോ രോഹിത്തിന്റെ ഷെയർ എന്ന് പറയുന്നത് 3/56ഉം മോഹിത്തിന്റെ സാക്രിഫൈസിങ് ഷെയർ എന്ന് പറയുന്നത് 5/56ഉം ആണ്. നമുക്കിവിടെ ഒരു റേഷ്യോ അവൈലബിൾ ആണ്. ആ റേഷ്യോ ആണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ള പേര് വിളിക്കുന്നത്. അപ്പൊ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 3:5. 3/56 5/56 ആണ്. നമുക്ക് എന്ത് എടുക്കേണ്ട ആവശ്യമില്ല? ഡിനോമിനേറ്റേഴ്സ് എടുക്കണ്ട. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:5. ഓക്കെ, മനസ്സിലായോ പ്രോബ്ലം എങ്ങനെയാ ചെയ്തതെന്ന്? ഒന്നുമില്ല, ഓൾഡ് റേഷ്യോയിൽ നിന്ന് എന്ത് കുറച്ചു?
ന്യൂ റേഷ്യോ കുറച്ചു. നമുക്കിനി അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. Illustration number 2. Amar and Bahadur are partners in a firm sharing profits in the ratio of 3:2. They admitted Mary as a new partner for 1/4 share. The new profit sharing ratio between Amar and Bahadur will be 2:1. Calculate their sacrificing ratio. അമറും ബഹദൂറും ആരായിരുന്നു? പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:2 ആണ്. അവര് മേരി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. എത്ര ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്? 1/4 ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അമറിന്റെയും ബഹദൂറിന്റെയും എത്രയാണ്? 2:1 ആണ്. സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഓൾഡ് റേഷ്യോ എത്രയാണെന്ന് നോക്കാം. 3:2. ന്യൂ റേഷ്യോ എത്രയാണ്? ന്യൂ റേഷ്യോ നമുക്ക് ഇവിടെ അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെ തന്നിരിക്കുന്നത്? 2:1 എന്നാണ് തന്നിരിക്കുന്നത്. നോർമലി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് തരേണ്ടത്? 3 പാർട്ട്നേഴ്സിന്റെയും റേഷ്യോസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തരേണ്ടത്. ഇവിടെ അങ്ങനെയാണോ തന്നിരിക്കുന്നത്? അല്ല അല്ലെ? 2:1 എന്ന് പറഞ്ഞാൽ അമറിന്റെയും ബഹദൂറിന്റെയും ഷെയർ മാത്രമേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. അതിലേക്ക് ആരുടെ ഷെയർ കൂടി ചേർക്കണം? മേരിയുടെ ഷെയർ കൂടെ നമുക്ക് ഇവിടെ ചേർത്താലേ എന്ത് കിട്ടുള്ളൂ? ന്യൂ റേഷ്യോ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാതെ ഈ പ്രോബ്ലം മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ ഇങ്ങനെ തരാം. ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ ഒരിക്കലും 2/3 എന്ന് എടുത്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെന്റൻസ് പ്രോബ്ലത്തിൽ ഉണ്ടാവുകയേ ഇല്ല. അതായത് ന്യൂ റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുകയേ ഇല്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ന്യൂ റേഷ്യോ കംപ്ലീറ്റ് അല്ല, 2:1 മാത്രമേ തന്നിട്ടുള്ളൂ. ആരുടെ ഷെയറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല? മേരിയുടെ ഷെയറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂ റേഷ്യോ അറിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ അല്ല. സാക്രിഫൈസിങ് റേഷ്യോന്റെ ഇക്വേഷനിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ഏത് റേഷ്യോ കണ്ടുപിടിക്കണം? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ന്യൂ റേഷ്യോ ആണ് അല്ലെ? അപ്പൊ നോക്കാം. മേരിയുടെ ഷെയർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1/4 ആണ് മേരിയുടെ ഷെയർ എന്ന് പറയുന്നത്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടുണ്ട് എങ്കിൽ വേറെ ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ അറിയാം. അതൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോഫിറ്റ് 1 ആണെങ്കിൽ 1ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 1/4 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റിമൈനിങ് ഷെയർ എത്രയാണ് എന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിമൈനിങ് ഷെയർ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കിട്ടുന്നത്? 1 - 1/4. 1/4 എന്ന് പറയുന്നത് ആരുടെ ഷെയർ ആണ്? മേരിയുടെ ഷെയർ ആണ് അല്ലെ? അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 3/4 ആണ് റിമൈനിങ് ഷെയർ. ഈ റിമൈനിങ് ഷെയർ വെച്ചിട്ട് അമറിന്റെയും ബഹദൂറിന്റെയും റേഷ്യോ എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓക്കെ, ഇത് ഷെയർ ചെയ്യുന്നത് 2:1ലാണ്. അമറും ബഹദൂറും ഈ 3/4 എന്ന് പറയുന്ന ഈ റിമൈനിങ് എമൗണ്ട് ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? 2:1ലാണ്. അതന്നാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? അവരുടെ ന്യൂ റേഷ്യോ 2:1 ആണ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അമറിന്റെ ന്യൂ ഷെയർ ഒന്ന് കണ്ടുപിടിക്കാം. അമറിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? റിമൈനിങ് ഷെയർ എത്രയാണ് വരുന്നത്? 3/4 ആണ് അല്ലെ? ഇൻറ്റു അമറിന്റെ ഇപ്പൊ തന്നിട്ടുള്ള റേഷ്യോ എത്രയാണ്? 2/3 ആണ്. ഇത് വെച്ച് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എത്രയാണ് വരുന്നത്? 6/12. ഓക്കെ അല്ലേ? 6/12 ആണ് അമറിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഇനി ആരുടെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ബഹദൂറിന്റെ ന്യൂ ഷെയർ ആണ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനുള്ളത്. ബഹദൂറിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? റിമൈനിങ് ഷെയർ ആയ 3/4 ഇൻറ്റു എത്രയാണ് വരുന്നത്? 1/3. 1/3 ആണ് വരുന്നത്. എത്രയാണ് വരിക? 1/3 കണ്ടു കഴിഞ്ഞാല് 3/12. ഓക്കെ, അപ്പൊ അമറിന്റെ ന്യൂ ഷെയർ 6/12 ആണ്. ബഹദൂറിന്റെ ന്യൂ ഷെയർ 3/12 ആണ്. മേരിയുടെ ഷെയർ നമുക്കറിയാം 1/4 ആണ് അല്ലെ? ഇവിടെ ഡിനോമിനേറ്റർ എത്രയാ വന്നിരിക്കുന്നത്? 4 ആണ്. ഇവിടെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് 12 ആണ്. നമുക്ക് ഇതിനെ 4ലേക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ്. നമുക്കിത് എന്ത് ചെയ്യാം? ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം. ഈ 6/12 എന്നുള്ളത് by4 വരാവുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2/4. 3 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ദെൻ അതേപോലെ ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1/4.
അപ്പൊ 2/4 ആണ് അമറിന്റെ പുതിയ ഷെയർ. ബഹദൂറിന്റെ പുതിയ ഷെയർ 1/4 ആണ്. മേരിയുടെ ഷെയർ 1/4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പുതിയ റേഷ്യോ ഇവിടെ അവൈലബിൾ ആണ്. എത്രയാണത്? 2:1:1. ഓക്കെ, 2:1 എന്ന് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. മേരിയുടെ ഷെയർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ തന്നിട്ടുള്ള 2:1 വെച്ചിട്ടാണ് റിമൈനിങ് ഷെയറിന്റെ കാൽക്കുലേഷൻ വെച്ച് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചത്. അപ്പൊ ന്യൂ റേഷ്യോ നമുക്ക് എത്ര കിട്ടിയത്? 2:1:1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ന്യൂ റേഷ്യോ കാണുന്നത് വരെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആസ് യൂഷ്വൽ ഓൾഡ് റേഷ്യോ നമുക്ക് 3:2 എന്നറിയാം. ന്യൂ റേഷ്യോ 2:1:1 ആണ്. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ഓൾഡ് റേഷ്യോ 3:2, ന്യൂ റേഷ്യോ 2:1:1. നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ എന്താണത്? ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ഇക്വേഷൻ വരുന്നത് അല്ലേ? പിന്നെ നമുക്ക് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കാം. ആദ്യം അമറിന്റെ കണ്ടുപിടിക്കാം. അമറിന്റെ ഓൾഡ് ഷെയർ 3/5 ആണ്. ന്യൂ ഷെയർ 2/4 ആണ് അല്ലെ? 2/4 ആണ്. ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? അമറിന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് 3/5ൽ നിന്ന് 2/4 മൈനസ് ചെയ്യാം. 3/5 മൈനസ് 2/4. നമുക്കറിയാം ഇവിടെ എന്തല്ല, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം അല്ലെ? സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 12/20 മൈനസ് 10/20 അല്ലെ? 4 into 3 12 ആണ് വരുന്നത്. 5 into 2 10 ആണ് വരുന്നത്. അപ്പൊ 12/20 മൈനസ് 10/20 is equal to 2/20. 2/20 ആണ് എത്ര? അമറിന്റെ സാക്രിഫൈസിങ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ആരുടെ കണ്ടുപിടിക്കണം? ബഹദൂറിന്റെ കണ്ടുപിടിക്കണം. അയാളുടെ ഓൾഡ് ഷെയർ 2/5 ആണ്. ന്യൂ ഷെയർ 1/4 ആണ്. അപ്പൊ സാക്രിഫൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2/5ൽ നിന്ന് 1/4 കുറയ്ക്കാം അല്ലെ? 2/5 മൈനസ് 1/4. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. ഇവിടെ 4 കൊണ്ടും ഇവിടെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടുന്നത്? 8/20 മൈനസ് 5/30. എത്രയാണ് എമൗണ്ട് വരുന്നത്? 3/20. 3/20 ആണ് ആരുടെ ഷെയർ? ബഹദൂറിന്റെ ഷെയർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് എഴുതാം. 2/20:3/20. അതായത് 2:3 ആണ് എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ആദ്യം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ട് വേണ്ടി വന്നു എന്ത് റേഷ്യോ കാണാൻ? സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ. അപ്പൊ നമുക്ക് ന്യൂ റേഷ്യോന്റെ കാൽക്കുലേഷൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ പല പ്രോബ്ലംസിലും എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ കൂടി നമുക്ക് നോക്കാം. രമേശ് ആൻഡ് സുരേഷ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 4:3. They admitted Mohan as a new partner. രമേശും സുരേഷും ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. 4:3 ആണ് അവരുടെ റേഷ്യോ. ദെൻ അവര് മോഹൻ എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് രമേശ്, സുരേഷ് ആൻഡ് മോഹൻ വിൽ ബി 2:3:1. അവരുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 2:3:1 ആണ്. ഗെയിൻ ആണോ സാക്രിഫൈസ് ആണോ ഓൾഡ് പാർട്ട്നേഴ്സിന് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഇവിടെ ഈ പ്രോബ്ലം തരുമ്പോൾ തന്നെ നമുക്കറിയാം, സാധാരണ പോലെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എന്തുകൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഗെയിൻ ആണോ, ആർക്കെങ്കിലും ഇതുകൊണ്ട് ലാഭമുണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും സാക്രിഫൈസ് ആണോ, ആണെങ്കിൽ ആ റേഷ്യോ എത്രയാണ് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ, നമുക്കറിയാം മുന്നേ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചപ്പോഴൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഒരു പാർട്ട്ണർ മാത്രം സഫർ ചെയ്യാൻ തയ്യാറാവും. അയാൾ എന്ത് ചെയ്യും? അയാളുടെ പോർഷൻ കൊടുക്കാനായിട്ട് തയ്യാറാവും. ആ സാഹചര്യത്തിൽ രണ്ടാമത്തെ പാർട്ട്ണറെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, പ്രോഫിറ്റിന്റെ ഷെയറിനെ ഈ പുതിയ പാർട്ട്ണറുടെ വരവ് ഇഫക്റ്റ് ചെയ്തു എന്ന് വരില്ല. മാത്രമല്ല പുതിയ റേഷ്യോ ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി ഉള്ള ഓൾഡ് പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് കൂടുതൽ ഷെയർ കിട്ടുകയും രണ്ടാമത്തെ ആൾക്ക് എന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് ഇനി കാണാനുള്ളത്. ഇവിടെ രമേശും സുരേഷുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ദെൻ മോഹനെയാണ് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ പ്രോബ്ലം പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൾഡ് റേഷ്യോ 4:3 ആണ്. ന്യൂ റേഷ്യോ 2:3:1 ആണ്. ഓക്കെ, നമുക്ക് അറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓൾഡ് ഷെയറിൽ നിന്ന് ന്യൂ ഷെയർ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം രമേശിന്റെ കാര്യം എടുക്കാം. രമേശിന്റെ ഓൾഡ് ഷെയർ 4/7 ആണ്. 4/7. ദെൻ ന്യൂ ഷെയർ എത്രയാണ്? 2/6 ആണ്. ഓക്കെ,
ഇനി എന്ത് ചെയ്യണം? സാക്രിഫൈസ് കണ്ടുപിടിക്കാൻ 4/7 നിന്ന് 2/6 മൈനസ് ചെയ്യണം. 4/7 മൈനസ് 2/6. നോക്കി നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല അല്ലെ? അപ്പൊ നമുക്ക് അതിനെ സെയിം ആക്കാം. സെയിം ആക്കി ഈക്വൽ എത്ര വരുന്നത്? 24/42 മൈനസ് 14/42. എത്രയാണ് വരുന്നത്? 10/42. 10/42 ആണ് ആര് സാക്രിഫൈസ് ചെയ്യുന്ന ഷെയർ? രമേശ് സാക്രിഫൈസ് ചെയ്യുന്ന ഷെയർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? സുരേഷിന്റെ ഷെയർ കണ്ടുപിടിക്കണം. സുരേഷിന്റെ ഓൾഡ് ഷെയർ 3/7 ആണ്, ന്യൂ ഷെയർ 3/6 ആണ്. ഇനി സാക്രിഫൈസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് വരുന്നത്? 3/7 നിന്ന് 3/6 മൈനസ് ചെയ്യാം. 3/7 മൈനസ് 3/6. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല, സെയിം ആക്കുക. ദെൻ അതിനുശേഷം മൈനസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി നോക്കിയേ, 18/42 ആണ് അയാളുടെ ഓൾഡ് ഷെയർ. 21/42 ആണ് അയാളുടെ ന്യൂ ഷെയർ. അതായത് 42 ഭാഗങ്ങളാക്കിയതിൽ 18 ഭാഗമാണ് ആദ്യം കിട്ടിയിരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് കിട്ടുന്നത്? 42 ഭാഗമാക്കിയതിൽ 21 ഭാഗമാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇയാളെ സംബന്ധിച്ച് പുതിയ പാർട്ട്ണർ വന്നത് ഇയാൾക്ക് എന്താണ്? ഗുണാണ് അല്ലെ? മറ്റേയാൾക്ക് 42-ൽ 24 ആയിരുന്നു ഓൾഡ് ഷെയർ. പുതിയ ഷെയർ എത്രയായി? 42-ൽ 14 ആയി. വല്ലാണ്ട് കുറഞ്ഞു പോയി. 10 ഭാഗം അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇയാളെ സംബന്ധിച്ചോ 42-ൽ 18 ആണ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 42-ൽ എത്രയായിട്ട് മാറിയത്? 21 ആയിട്ട് മാറി. കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? എത്ര പോർഷൻ ആണ് കൂടിയിരിക്കണമെന്ന് നോക്കി നോക്കിയേ, 3/42. ഇത് കൂടുകയാണ് ചെയ്തത്. നമുക്കറിയാം ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു മൈനസ് സിമ്പൽ ഇടാം. ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. -3/42 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 18/42-ൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു? 21/42 കുറച്ചു. ഇത് സാക്രിഫൈസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. അയാൾക്ക് 42-ൽ 18 ഭാഗമാണ് ആകെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് എത്രയായിട്ട് കൂടി? 42-ൽ 21 ഭാഗമായിട്ട് കൂടി. ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഗെയിൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ഇവിടെ രമേശിനെ സംബന്ധിച്ചിടത്തോളം 42-ൽ 24 ഭാഗം കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അയാൾക്ക് അത് എത്ര ഭാഗമായിട്ട് കുറഞ്ഞു? 14 ഭാഗമായിട്ട് കുറഞ്ഞു. അപ്പൊ രമേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗെയിൻ അല്ല, മറിച്ച് എന്താണ്? സാക്രിഫൈസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? രമേശിന് സാക്രിഫൈസും സുരേഷിന് എന്താ സംഭവിച്ചത്? ഗെയിനുമാണ് സംഭവിച്ചത്. ഈ മൈനസ് ഞാൻ ഒഴിവാക്കുകയാണ് കേട്ടോ. അത് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ കാണിച്ചു എന്നേ. ഇനി നമുക്ക് ഇവിടെ ആരാളുള്ളത്? മോഹനാണുള്ളത് അല്ലെ? മോഹന്റെ ഷെയർ നോക്കി നോക്കിയേ, 1/6. മോഹനെ സംബന്ധിച്ച് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. കാരണം മോഹൻ വരുന്നു, മോഹന് പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കിട്ടുന്നു. മോഹന് എന്ത് കിട്ടിയാലും മോഹനെ സംബന്ധിച്ച് അത് എന്താണ്? ഗെയിൻ ആണ് അല്ലെ? 1/6 ആണ്. അപ്പൊ ഇതിനെ 42 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഇങ്ങനെ മാറ്റാം. 7/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ എത്ര കിട്ടും? 7/42. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് പറയാൻ പറ്റില്ല. സാക്രിഫൈസിങ് ഷെയർ മാത്രമേ പറയാൻ പറ്റുള്ളൂ. രമേശ് മാത്രമാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അത് എത്ര പോർഷൻ സാക്രിഫൈസ് ചെയ്യുന്നു? 42-ൽ 10 പോർഷൻ അയാൾ എന്ത് ചെയ്യുന്നു? സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ട് പാർട്ട്നേഴ്സിനും എന്താണ്? ഗെയിൻ ആണ്. അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർക്ക് ഓൾറെഡി ഗെയിൻ ആണ് കിട്ടുന്നത്. മറ്റേ പാർട്ട്ണർക്ക് എന്താണ് കിട്ടുന്നത്? ഗെയിൻ തന്നെയാണ് കിട്ടുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസും പലപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം പാർട്ട്ണർഷിപ്പിൽ. അപ്പൊ 3 സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഒന്ന് ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നു. നോർമലി നമ്മൾ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്ത് എന്ത് കണ്ടുപിടിച്ചു? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താ പറഞ്ഞത്? ഓൾഡ് റേഷ്യോ തന്നു. ന്യൂ റേഷ്യോയില് അവരുടെ പർട്ടിക്കുലർ എമൗണ്ടുകൾ ആസ്പെക്ട്സ് മാത്രം തന്നു. പുതിയ പാർട്ട്ണറെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ന്യൂ റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വന്നു? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വന്നു. അതിനുശേഷം വേണ്ടി വന്നു എന്ത് കണ്ടുപിടിക്കാൻ? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ. ഇവിടെ മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷനിൽ വന്നപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്താൽ മതി. അങ്ങനെ മൈനസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓൾഡ് പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് ഗെയിൻ ആണ്, ന്യൂ പാർട്ട്ണർക്കും ഗെയിൻ ആണ്. ഓൾഡ് പാർട്ട്നേഴ്സിൽ അടുത്ത ആൾക്ക് മാത്രമാണ് എന്ത് സംഭവിച്ചിട്ടുള്ളൂ? സാക്രിഫൈസ് സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ടാകാം. അപ്പൊ 3 സിറ്റുവേഷൻ ആണ് നമ്മൾ സാക്രിഫൈസിങ്ങിന്റെ പരിചയപ്പെട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക് യു.